നമസ്കാരം, രമ്യാസ് ടൈലറിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചെറുതായി പോയ നല്ല നിറമുള്ള തുണികൾ കൊണ്ട് വളരെ ഉപയോഗമുള്ള ഒരു വസ്തു നിർമ്മിക്കാനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ ഒരു യൂണിഫോമിൻ്റെ പഴയ യൂണിഫോമാണ്, ഇതിൻ്റെ ഫാൻ്റാണ് എടുത്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം. അത് നമ്മളിവിടെ 4 മടക്കി 9 ഇഞ്ച് ടൈപ്പിൽ അളന്നിട്ട് റൗണ്ടിലായിട്ട് ഇങ്ങനെ സൈഡിലും ഓരോ അടയാളപ്പെടുത്തി നമുക്കത് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. പോളിസ്റ്ററിൻ്റെ തുണി ആയതുകൊണ്ട് പെട്ടെന്ന് നാശാവില്ല. നമ്മളിത് റൗണ്ടായിട്ട് ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ടാവും. സാധാ ചവിട്ടിയുടെ വലിപ്പമൊക്കെ കിട്ടും ഇതിന്. ഇനി ഇതിപ്പോൾ ഇത്രയും റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ തുണികൾ കഷ്ണം പീസുകളായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് ചില ഡ്രസ്സുകളൊക്കെ തുണികൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറായിരിക്കും, നമുക്കത് കളയാൻ തോന്നില്ല, ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്കത് അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇതുപോലെ ഞാനിവിടെ എൻ്റെ സാരിയുടെയും പഴയ സാരിയുടെയും ചുരിദാറിൻ്റെ ഒക്കെ പീസുകളിങ്ങനെ എടുത്തിട്ട് ഇരിക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കത് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറേ പീസുകൾ വേണ്ടി വരും. 3.5 ഇഞ്ച് അളവിൽ ചെറിയ നീളത്തിലും വീതിയിലും കൊടുത്ത് നമുക്കത് മുറിച്ചെടുക്കാം. അത് ഒരു പീസ് എടുത്തിട്ട് പിന്നെ അത് അളവിൽ എല്ലാ തുണി മടക്കി വെച്ച് അളവിൽ തന്നെ ഒരുമിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഇത് അളവിൽ തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ പീസുകൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഞാനിവിടെ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൂവിൻ്റെ വെറുതെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോ പീസ് ഇങ്ങനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് ആദ്യം ഒരു മടക്കുക, പിന്നെ അത് വീണ്ടും ഓപ്പോസിറ്റായിട്ട് മടക്കിയിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കുക. ഓരോ പീസിൻ്റെ മുകളിലായിട്ട് ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആണ് തയ്ച്ചു കൊടുക്കുന്നത്. ഒരു ലൈൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് വീണ്ടും അടുത്ത ലൈനിലേക്ക് കൊടുക്കാം. ആ പൂവിൻ്റെ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് കളറ് തുണി മാറ്റി കൊടുക്കാം.
ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മുടെ വീട്ടിൽ തറയിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി, നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളി സ്റ്റൈലുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇടാം. അധികം സമയം എടുക്കുന്നില്ല, 3/4 മണിക്കൂറൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് തയ്ച്ച് തരും. എളുപ്പം പീസൊക്കെ മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് തയ്ച്ച് തരുന്നതാണ്. കണ്ടോ, നമ്മുടെ അടിപൊളി ചവിട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ കാണാൻ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.